ഇവരൊക്കെ ആറ്റിങ്ങൽ ബസ് സ്റ്റാൻഡിന്റെ അടുത്ത് കച്ചവടം ചെയ്യായിരുന്നു. പെട്ടെന്ന് കുറെ ആളുകൾ ചുറ്റുകൂടി. 5 തെങ്ങിന്ന് കൊണ്ടുവന്ന മീനല്ലേ എന്ന് ചോദിച്ചിട്ട് ആളെ കൊല്ലാൻ വന്നേക്കണമെന്നും പറഞ്ഞ് മീനെല്ലാം പത്രത്തിൽ അങ്ങനെ വാർത്ത വന്നതുകൊണ്ട് നാട്ടുകാരും തടയാനും വന്നു. നീ അങ്ങോട്ടേക്കാ ഞാൻ പറയണേക്ക്. നീ എന്തോ അടിക്കാൻ പോണ്? ഇന്ന് അവനെ പോയി അടിക്കും, നാളെ വേറെ ഒരുത്തം വന്ന് മീൻ തട്ടിക്കളയും. അപ്പൊ നീ അവനെ പോയി അടിക്കും. അങ്ങനെ എത്ര പേര് അടിക്കും നീ? നിന്റെ അമ്മ വരമീൻ എടുക്കൂലെന്ന് നമുക്കറിയാം. ഇവിടെ പഴയ മീൻ കൊണ്ടിറക്കി സമ്പാദിക്കുന്നവരോട് പോയി ചോദിര്. അത് ഹെൽത്തുകാർ പിടിച്ച് കുഴിച്ചു കൂടി ഇപ്പം 5 തെങ്കിലും മീനായി. അപ്പൊ ഒരു പരാതിയില്ല, ആരുടെ അടുത്ത് ചോദിക്കാൻ വേണ്ട. തുടങ്ങിയതല്ല, അച്ഛനറിയല്ല. ഇതിവിടെ മാത്രം നടക്കുന്ന കാര്യമോ അല്ല, എവിടെയെങ്കിലും നടക്കുന്ന കാര്യമോ നമുക്കറിയേണ്ട ആവശ്യമില്ല. അത് ഈ കടപ്പുറത്തേട്ട് ആരും ഉണ്ടാക്കണ്ട കേട്ടല്ല. പള്ളിപ്പറമ്പാണ്. ഇവിടെ വഴക്കൂടാനല്ല വന്നിരിക്കുന്നത്, നമ്മളൊരു പ്രശ്നത്തിന് പരിഹാരം കാണാനാണ് വന്നിരിക്കുന്നത്. അത് അങ്ങോട്ട് പറഞ്ഞോളൂ. നിങ്ങൾക്ക് എന്താ പറയാനുള്ള വെച്ച് കഴിഞ്ഞാൽ പറയും. അച്ഛോ, ഉയിര് പണയം വെച്ചാ ഞങ്ങളെ മീൻ പിടിക്കണത്. ഞങ്ങൾ ആഹാരത്തിൽ വിഷം ചേർക്കുക. ചുമ്മാ ഞഞ്ഞാ പിഞ്ഞാന്ന്. അച്ഛൻ ഞങ്ങളുടെ മീൻ കൊണ്ടുപോയി ജീവിക്കണ എത്ര കുടുംബങ്ങൾ ഈ ഇടവകയിലുണ്ടെന്ന് അച്ഛനടുത്തനും പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. ഓ പിന്നെ സുവിശേഷം, നിങ്ങൾ ധർമ്മസ്ഥാപനല്ലേ നടത്തുന്നത്? ഒരു ദിവസം മീൻ ഇറങ്ങിയില്ലെങ്കിൽ ലക്ഷങ്ങളാണ് പോണത്. അതിന്റെ ദണ്ണം അവർ പണം മുടക്കുന്നത് പുണ്യം കിട്ടാനല്ല. അതുകൊണ്ട് ഈ കരയിലെ കുറെ കുടുംബങ്ങൾ മെച്ചപ്പെട്ടില്ലേ. ഞാനൊരു പരിഹാരം പറയാം. 3 പേരുടെ മീനാണ് തട്ടിക്കളഞ്ഞത്. അതിനുള്ള നഷ്ടപരിഹാരം എന്താണെന്ന് വെച്ചാൽ കൊടുത്ത് അവസാനിപ്പിച്ച് അച്ഛനാണ് നോക്കൂലേട്ടാ. വരമീൻ ഇറക്കണ്ടെന്നോ വിൽക്കണ്ടെന്നോ നമ്മൾ പറയണില്ല. ഇവിടെ നിന്ന് പിടിച്ച പഴയ മീനിന്റെ ഉത്തരവാദിത്തം 5 തെങ്ങ് കടപ്പുറത്തന്നല്ല, സ്റ്റീഫൻ കമ്പനിക്കാണെന്ന് പത്രത്തിൽ കൊടു. അത് മതി. അങ്ങനെ നാട്ടുകാരെ അറിയിച്ചിട്ട് മതി ഈ പരിപാടി. അല്ലാതെ ഈ ചീഞ്ഞ മീനെ ഈ കടപ്പുറത്ത് ഇനി ആരും ഇറക്കൂല. അതിന് വേറെ സ്ഥലം നോക്കിയോ. നാളത്തെ ലോഡ് വിശാഖപട്ടണത്ത് പുറപ്പെട്ടെന്നല്ല പറഞ്ഞു. തിരിച്ചുവിടാൻ പറയണോ? നിനക്കെന്താ കുളിരണ? ആ നത്തോലിച്ചക്കന്റെ വാലുകളെയും ചാട്ടം കണ്ട് ലോഡ് തിരിച്ചുവിടാനാ? ഇത്തിരി ഇളക്കം വെച്ചു കൊടുത്താ കണ്ടല്ല, ഇവനൊക്കെ കേറി നിറങ്ങും. നിന്റെ ഹെൽത്ത് ഇൻസ്പെക്ടറുടെ നമ്പർ ഉണ്ടാ? കയ്യിലില്ല, നമുക്ക് ഒപ്പിക്കാം. ഷാബിനെ, നാളെ ലോഡ് വരുമ്പോ പൂന്തുറയുന്ന തോമാനെയും പിള്ളേരെയും വരാൻ പറയടാ. മാനുവലെ, ഞാൻ പലവട്ടം പറഞ്ഞു അയാളെ വെറുതെ വിട്, ഞങ്ങളൊന്ന് സമാധാനമായിട്ട് ജീവിച്ചോട്ടെ. എനിക്കും എൻ്റെ പിള്ളേർക്കും അയാൾ മാത്രമേ ഉള്ളൂ. ഞങ്ങൾക്ക് അവരെ പേടിയാണ്. ദേവേത് ഉപദ്രവിക്കരുത്. ഇങ്ങനെ നീയും തന്നെ പുറകെ പോകാൻ നിൽക്കണ്ട. ഞാൻ വന്ന് മര്യാദയ്ക്ക് പറഞ്ഞാലേ അളിയാ. അമ്മാരുടെ വണ്ടി എടുത്ത് പോകാൻ പറ. അവന്റെ കൊണവധികാരം കേട്ട് നിൽക്കാതെ നീ മീനെടുത്ത് തീർക്കാം. നീയൊക്കെ ഉണ്ടാക്കണമെങ്കിൽ ഉണ്ടാക്കിക്കോ. അത് നമ്മുടെ നെഞ്ചത്ത് കയറി വേണ്ട. അവള് ഗുണ്ടകളെ അയച്ചിരിക്കണ എന്റെ മക്കളെ അടിക്കാൻ.
ഒന്ന് പിടിക്കടാ, ഇവനെ ആശുപത്രി കൊണ്ടു. സഞ്ജന നോക്ക്. എന്താണോ ഞാനും നിങ്ങളും ഈ നിക്കണവർ ഈ കടലുകൊണ്ടാണ് ജീവിക്കണത്. ഇമ്മാരി പരിപാടി ഇനി ഈ കടപ്പുറത്ത് വേണ്ട. അതിനെന്തു ചെയ്യണോന്ന് ഞങ്ങൾക്കറിയാം. അത് വിടടാ, ഇത് 5 തെങ്ങിലെ മീനല്ല നാട്ടുകാരെ അറിയിട്ട്. വാടാ. മുങ്ങാൻ ചാൻസ് ഉണ്ട്, അതിനു മുമ്പ് വരെ പൊക്കണം. സാജ, ഹിതവന്മാരുടെ അവസാനത്തെ കളിയായിരിക്കണം. കൂടെ നിൽക്കാൻ പോലും ഓരോരുത്തരും പേടിക്കണം. ഞാൻ ഇന്ന് പോവും രാത്രി കൊച്ചാറിന്റെ ബോട്ടുകാരോട്. നിങ്ങൾ വരണം പറഞ്ഞിട്ടോ. അണ്ണാ, നിങ്ങളിപ്പോൾ ആശുപത്രിയിലോട് വരണ്ട കേട്ടാ, ഇവിടെ പോലീസ് വന്നിരുന്നു. നെൽസനെ വിഴുത്ത ചേച്ചിയുടെ വീട്ടിലോട്ട് മാറ്റിയിട്ടുണ്ട്. നിങ്ങളൊരു കാര്യം ചെയ്യും, തൽക്കാലം ഇവിടെ ഒന്ന് മാറിയില്ലേ. വീട്ടിൽ പോലീസ് വന്നു. നിങ്ങളെപ്പോഴാ പോണത്? ഒരു 6:30-7 മണിയാകുമ്പോൾ പോവും. വരുന്നില്ലേ? പോയാൽ 2 ആഴ്ച മാറിയിരിക്കാം. 10 രൂപ കിട്ടുകയും ചെയ്യും. കിറുക്കാമാരെ പേടിക്കുകയും വേണ്ട. നാട് നന്നാക്കാൻ ഇറങ്ങിയിരിക്കും. പോലീസ് കേസിന്റെ കുറവും കൂടെ ഉണ്ടായിരുന്നുള്ളൂ. ആരാന്നാ വിചാരം? വല്ല അടിക്കാരനാ? ഒച്ചെടുക്കല്ലേ, അമ്മ കേൾക്കും. വിടങ്ങോട്ട്. ഇങ്ങനെ ഒരുത്തനെ ഈ വീട്ടിൽ വേണ്ട. ഞങ്ങക്ക് പറ്റില്ല. ഇങ്ങനെ തോന്നിയ പോലെ നടന്നു. അവരൊക്കെ വെട്ടാനും കുത്താനും മടിക്കാത്ത ഗുണ്ടകളാ. എടി, അവനൊക്കെ എന്താ ചെയ്തതെന്ന് നിനക്ക് വല്ല പിടുത്തുണ്ടോ? താൻ ആരാ? പോലീസോ?
ഞങ്ങളെ കുറിച്ച് വല്ല ചിന്തയുണ്ടോ തനിക്ക്? വിട്, വിട്, വിടറീനെ. വിട്. പണിക്കുമാണ്, കുറച്ച് ദിവസം കഴിയും വരാൻ. ഇരുപത്തിനാലിന് മോളുടെ പിറന്നാളാ. എവിടെ ആയിരുന്നാലും ശരി, അന്നിവിടെ ഉണ്ടാവണം.